അടുത്തത് ഇക്കോസിസ്റ്റത്തിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് നോക്കാം. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഇക്കോസിസ്റ്റത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക? സോ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എൻ ഇക്കോസിസ്റ്റം. ആക്ച്വലി ഒരു നമ്പർ ഓഫ് സ്പീഷീസ് ശരിക്കും പറയുകയാണെങ്കിൽ അത് കമ്മ്യൂണിറ്റിയുടെ ഫങ്ഷനിങ്ങിനെ ശരിക്കും എഫക്റ്റ് ചെയ്യുമോ? അതാണ് നമ്മുടെ ഡൗട്ട്. Does the number of species in a community really matter to the functioning of ecosystem? ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനെ ശരിക്കും ചില സ്പീഷീസ്, കമ്മ്യൂണിറ്റിയിലുള്ള നമ്പർ ഓഫ് സ്പീഷീസ് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അതൊരു ശരിക്കൊരു കാര്യമാണോ? ഇതാണ് ഒരുപാട് ഇക്കോളജിസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ വളരെയധികം കാലങ്ങളായിട്ട് ഇക്കോളജിസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അത്രയ്ക്കും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തരാനായിട്ട് ഇക്കോളജിസ്റ്റിന് സാധിച്ചിട്ടില്ല. സോ ഒരുപാട് ഡിക്കേഡുകളായിട്ട്, ശതാബ്ദങ്ങളായിട്ട് ഇക്കോളജിസ്റ്റ് എന്താണ് വിശ്വസിക്കുന്നത് എങ്കിൽ കമ്മ്യൂണിറ്റീസ് വിത്ത് മോർ സ്പീഷീസ്, ഒരുപാട് സ്പീഷീസുകളുള്ള കമ്മ്യൂണിറ്റി സാധാരണയായിട്ട് ആ കമ്മ്യൂണിറ്റി മോർ സ്റ്റേബിൾ ആയിരിക്കും. കുറവ് സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റികളെക്കാളും കൂടുതൽ സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും സ്റ്റേബിൾ എന്നാണ് ഇക്കോളജിസ്റ്റ് സാധാരണയായിട്ട് വിശ്വസിച്ച് വരുന്നൊരു കാര്യം. സോ എന്താണ് എക്സാക്ട്ലി സ്റ്റെബിലിറ്റി ഫോർ എ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി? സോ സ്റ്റേബിൾ ആയിട്ടുള്ള ബയോളജിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സോ ഒരു സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it should not show too much variation in productivity year to year. ഒരു സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിന് ഒരുപാട് വേരിയേഷൻസ് ഓരോ വർഷവും ഉണ്ടാകാൻ പാടില്ല. പ്രൊഡക്ടിവിറ്റിയിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവില്ല, ഒരുപാട് വേരിയേഷൻസ് കാണിക്കില്ല. അതുപോലെ തന്നെ it should be either resistant or resilient to occasional disturbances. സോ മാൻമെയ്ഡ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ടാണെങ്കിലും ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസുകൾക്ക് അത് ഒന്നുകിൽ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് റീസൈലൻ്റ് ആയിരിക്കണം. സോ മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാവിധ ഒക്കേഷണലായിട്ട് വരുന്ന ഡിസ്റ്റർബൻസുകൾക്കും സ്റ്റേബിൾ കമ്മ്യൂണിറ്റി റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് റീസൈലൻ്റ് ആയിട്ട് നിൽക്കും. അടുത്തത്, ഇറ്റ് മസ്റ്റ് ബി റെസിസ്റ്റൻറ്റ് ടു ഇൻവേഷൻസ് ബൈ ഏലിയൻ സ്പീഷീസ്. വേറെ സ്ഥലത്തുനിന്ന് വരുന്ന ആ സ്പീഷീസിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി എന്നത്. സോ റെസിസ്റ്റൻറ്റ് ടു ഇൻവേഷൻ, അവർ വരുന്നത് ഏലിയൻ സ്പീഷീസ്, പുറത്തു നിന്നുള്ളൊരു സ്പീഷീസ് വരുന്നതിൻ്റെ ആ വരവും അതിനെയും റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കും ഒരു സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. സോ ഒരു സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ഷോ ടു മച്ച് വേരിയേഷൻ. അതൊരിക്കലും പ്രൊഡക്ടിവിറ്റിയിൽ ഇയർ ടു ഇയർ ഒരുപാട് വേരിയേഷൻസ് കാണിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ആ കമ്മ്യൂണിറ്റി ഐദർ റെസിസ്റ്റൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ റീസൈലൻ്റ് ആയിരിക്കാം. ഒക്കേഷണൽ ഡിസ്റ്റർബൻസുകൾ, മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് വരുന്ന ഒക്കേഷണൽ ഡിസ്റ്റർബൻസുകൾക്ക് ഒന്നുകിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത് റീസൈലൻ്റ് ആവും. മൂന്നാമത്തത്, ഏലിയൻ സ്പീഷീസ് ആയിട്ട് വരുന്ന അവരുടെ ഇൻവേഷൻസിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളതായിരിക്കും ഒരു സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി. സോ ഈ പറഞ്ഞ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണെന്നാണ് ഇക്കോളജിസ്റ്റിൻ്റെ ഇതുവരെയുള്ള ഒരു ചിന്താഗതി. സോ കൂടുതൽ സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ കുറവുള്ള സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റിയെക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കും. സോ ഒരു സ്റ്റേബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇതുപോലത്തെ 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയില്ല എങ്ങനെയാണ് ഈ ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് സ്പീഷീസ് റിച്ച്നെസ്സുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നമുക്ക് എക്സാക്ട്ലി നമുക്കറിയില്ല. എന്നാൽ നമുക്ക് ഏറെക്കുറെ കുറച്ചുകൂടി കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഇത് പ്രപ്പോസ് ചെയ്തതാണ് ഡേവിഡ് ടിൽമാൻസ്. സോ ഡേവിഡ് ടിൽമാൻ എന്ന് പറഞ്ഞത് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്.
ദീർഘകാലമായിട്ടുള്ള ഇക്കോസിസ്റ്റത്തിലുള്ള എക്സ്പെരിമെൻറ്റിലൂടെ ഡേവിഡ് ടിൽമാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ഇക്കോസിസ്റ്റത്തെക്കുറിച്ച്. സോ അദ്ദേഹം കണ്ടെത്തിയത്, അദ്ദേഹം ഔട്ട്ഡോർ പ്ലോട്ടുകളിലാണ് ഈ ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്തത്. സോ ഔട്ട്ഡോർ പ്ലോട്ടിൽ അദ്ദേഹത്തിന് കണ്ടെത്തിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഹി ഫൗണ്ട് ദാറ്റ് പ്ലോട്ട്സ് വിത്ത് മോർ സ്പീഷീസ്, ഒരുപാട് സ്പീഷീസ് ഉള്ള പ്ലോട്ടുകൾ അവരെന്ത് കാണിക്കുന്നത്, ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ഇൻ ടോട്ടൽ ബയോമാസ്. ടോട്ടൽ ബയോമാസിൽ വളരെ കുറച്ച് വേരിയേഷൻ മാത്രമേ ഇയർ ടു ഇയർ ഒരുപാട് സ്പീഷീസ് ഉള്ള പ്ലോട്ടുകൾ കാണിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, മോർ സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റി ആയിരിക്കും ലെസ് സ്പീഷീസ് ഉള്ള കമ്മ്യൂണിറ്റിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കാം. സോ അവർക്ക് എന്താണ്, പ്രൊഡക്ടിവിറ്റിയിൽ അധികം വേരിയേഷൻസ് ഉണ്ടാവില്ല സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ആണെങ്കിൽ. അത് തന്നെയാണ് നമ്മൾ ഡേവിഡ് ടിൽമാൻ ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ് ഔട്ട്ഡോർ പ്ലോട്ടിൽ വെച്ച് കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത്, ഒരുപാട് സ്പീഷീസ് ഉള്ള പ്ലോട്ടുകളിൽ വളരെ കുറച്ച് മാത്രമേ വേരിയേഷൻ ഇയർ ടു ഇയർ ടോട്ടൽ ബയോമാസിൽ കാണിച്ചുള്ളൂ. അതുമാത്രമല്ല, അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റി ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ആണെങ്കിൽ ദാറ്റ് ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. സോ ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ആണെങ്കിൽ അത് ഹയർ പ്രൊഡക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതാണ്. ഇതാണ് ഡേവിഡ് ടിൽമാൻസിൻ്റെ ലോങ് ടേം ഇക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്താൻ സാധിച്ചത്. സോ ഇങ്ങനെയാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പീഷീസ് റിച്ച്നെസ് എങ്ങനെയാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ വെൽബീയിങ്ങിനെ എഫക്റ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അതിന് എന്തുമാത്രം സംഭാവനയാണ് സ്പീഷീസ് റിച്ച്നെസ് കൊടുക്കണമെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാലും ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ഇക്കോസിസ്റ്റം ഹെൽത്ത്, ഇക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്തിന് വേണ്ടി മാത്രമല്ല ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി വേണമെന്ന് പറയുന്നത്. ഈ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ റേസിന് ഈ പ്ലാനറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി ഇക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്തിനെയും എസെൻഷ്യലാണ്, അതുപോലെ തന്നെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ, അവരുടെ സർവൈവലിന് തന്നെ ഈ പ്ലാനറ്റിന് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി റിച്ചായിട്ട് ഉണ്ടാവേണ്ടതാണ്. സോ ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ റേസിന് ഈ പ്ലാനറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അതുപോലെ ഇക്കോസിസ്റ്റം ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. സോ ഇക്കോസിസ്റ്റം ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ഓർഗാനിസത്തിനും അതിന് സർവൈവ് ചെയ്യാൻ പറ്റും, ഈവൻ ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും. സോ നമുക്കറിയാം, ഒരുപാട് സ്പീഷീസുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര അപകടകരമായ രീതിയിൽ, വളരെ ഡേഞ്ചറസ് ആയിട്ട് തന്നെ ഒരുപാട് സ്പീഷീസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ, ഏതെങ്കിലും കുറച്ച് സ്പീഷീസുകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് അത് ശരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? എത്രമാത്രം സ്പീഷീസുകൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എത്രമാത്രം അത് ഓരോ ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും? അതായത് ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഇക്കോസിസ്റ്റം ബാക്കിയുള്ള ഓർഗാനിസത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? അതിന് വീണ്ടും വേറെ കുറേ ചോദ്യങ്ങളാണ്. ഒരു വെസ്റ്റേൺ ഗട്ട് ഇക്കോസിസ്റ്റം, അവിടെയുള്ള ഒരു ട്രീ ഫ്രോഗ്, അതിൻ്റെ അഭാവത്തിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എത്രത്തോളം ഫങ്ഷൻ ചെയ്യും? അതോ അതിൻ്റെ ഫങ്ഷൻ ഒരുപാട് കുറയാൻ തുടങ്ങുമോ? വുഡ് വെസ്റ്റേൺ ഗട്ട് ഇക്കോസിസ്റ്റം ബി ലെസ് ഫങ്ഷണൽ ഇഫ് വൺ ഓഫ് ഇറ്റ്സ് ട്രീ ഫ്രോഗ് ലോസ്റ്റ് ഫോർ എവർ? ഒരു പ്രത്യേക തരത്തിലുള്ള ട്രീ ഫ്രോഗിൻ്റെ സ്പീഷീസ് ഇല്ലാതാകുന്നത് മൂലം വെസ്റ്റേൺ ഗട്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ കുറയാൻ തുടങ്ങുന്നു, ലെസ് ഫങ്ഷണൽ ആവാൻ തുടങ്ങുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യണത് ചില കാര്യങ്ങളുണ്ട്, ഇക്കോസിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇൻസ്റ്റെഡ് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു 20,000 സ്പീഷീസ് ഓഫ് ആൻസിന് പകരം വെറും 50,000 ഓഫ് സ്പീഷീസ് ഓഫ് ആൻസ് ആണ് ഈ ഭൂമിയിലുണ്ടെന്നെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്? അങ്ങനെയും കണ്ടെത്തിയിട്ടുണ്ട്. ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പീഷീസ് ഓഫ് ആൻറ്റിൻ്റെ ഉറുമ്പുകളുടെ അഭാവം മൂലം നമ്മുടെ
ലൈഫിൻ്റെ ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുന്നുവെന്ന്. സോ ഇതിനൊക്കെ ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു ഡയറക്റ്റ് ആൻസർ എത്രമാത്രം എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഒരു ഡയറക്റ്റ് ആൻസർ തരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു ആംഗിളിൽ നമുക്കൊരു ഇതിനെ വേറെ ഇതുമായിട്ട് ഉപമിച്ച് നോക്കാം. ഈ ഇക്കോസിസ്റ്റത്തിൽ വരുന്ന ആ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൽ സംഭവിക്കുന്ന ആ ഒരു സ്പീഷീസ് റിച്ച്നെസ്, അങ്ങനത്തെ പ്രോബ്ലം അല്ലെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ അഭാവമൊക്കെ എത്രത്തോളം ഓരോ ഓർഗാനിസത്തിനെയും ഇക്കോസിസ്റ്റത്തിൽ എഫക്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മളൊരു പ്രോപ്പർ പേഴ്സ്പെക്റ്റീവിലൂടെ ഒരു ഉപമയിലൂടെ നോക്കുകയാണെങ്കിൽ അത് തന്നതാണ് നമ്മുടെ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റായ പോൾ എറിച്ച്. അദ്ദേഹത്തിൻ്റെതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. സോ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തത് നമ്മുടെ സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റായ പോൾ എറിച്ച്. സോ പോൾ എറിച്ചിൻ്റെ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ ഒരു എയ്റോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്യണം. സോ ഇക്കോസിസ്റ്റത്തിനെ ഒരു എയ്റോപ്ലെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് സ്പീഷീസുകൾ വെച്ചിട്ടാണ്. സോ എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ മേഡപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് റിവറ്റുകൾ വെച്ചിട്ടാണ്, ഒരു മെറ്റൽ ബോൾട്ട് പോലെ. സോ തൗസൻഡ്സ് ഓഫ് റിവറ്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഒരുപാട് സ്പീഷീസുകളുണ്ട്. സോ ഈ എയ്റോപ്ലെയിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, എയ്റോപ്ലെയിനിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ ഓരോരോ പാർട്സുകൾ റിമൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന എയ്റോപ്ലെയിനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഒരുപക്ഷെ ആദ്യമാദ്യം എടുത്തു പോകുന്ന ആ സ്പീഷീസുകളുടെ നഷ്ടം അല്ലെങ്കിൽ ആ റിവറ്റുകൾ, എയ്റോപ്ലെയിൻ്റെ ആ പാർട്സുകൾ ഇനീഷ്യലി വലിയ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുമില്ലായിരിക്കാം. എന്നാൽ കൂടുതൽ പാർട്സുകൾ എയ്റോപ്ലെയിൻ്റെ എടുത്ത് മാറ്റുന്നോറും ഡെഫിനറ്റ്ലി ആ എയ്റോപ്ലെയിൻ്റെ സേഫ്റ്റീനെ അത് ബാധിക്കും. ഇതുപോലെ തന്നെയാണ് ഇക്കോസിസ്റ്റത്തിലെ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പീഷീസ് ആദ്യം അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ അത്രമാത്രം ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് സ്പീഷീസുകൾ ഇങ്ങനെ കൂടുതൽ എക്സ്റ്റിങ്ക്റ്റ് ആയി തുടങ്ങിയാൽ തീർച്ചയായും അത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനെ ബാധിക്കും. അതുമാത്രമല്ല ഇക്കോസിസ്റ്റത്തിലെ ഏത് സ്പീഷീസ് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ്റെ ഏത് പെർട്ടിക്കുലർ പാർട്ടാണ് റിമൂവ് ചെയ്യപ്പെടുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇക്കോസിസ്റ്റത്തിലെ കീ സ്പീഷീസ് ആണെങ്കിൽ ലൈക്ക് എയ്റോപ്ലെയിനിലെ അതിൻ്റെ വിങ്സ് ആണെങ്കിൽ എയ്റോപ്ലെയിനിൻ്റെ വിങ്സ് സീറ്റിന് പകരം അല്ലെങ്കിൽ വിൻഡോ സൈഡിലുള്ള റിവറ്റിന് പകരം വിങ്സിലുള്ള റിവറ്റുകളാണ് എടുത്തു പോകുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റീനെ ബാധിക്കുന്നതായിരിക്കും. സോ എത്രമാത്രം റിവറ്റുകൾ ആ എയ്റോപ്ലെയിൻ എടുത്തു മാറ്റപ്പെടുന്നു, എത്രമാത്രം സ്പീഷീസുകൾ ആ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അതുപോലെ എയ്റോപ്ലെയിൻ്റെ ഏത് ഭാഗത്തുള്ള റിവറ്റുകളാണ് എടുത്തു മാറ്റപ്പെടുന്നത്, കീ ഫങ്ഷണലായിട്ടുള്ള ഭാഗമാണോ, അതുപോലെ ഇക്കോസിസ്റ്റത്തിൻ്റെ കീ ഫങ്ഷണലായിട്ടുള്ള സ്പീഷീസുകളാണോ എക്സ്റ്റിങ്ക്റ്റ് ആവണേ, ഇതൊക്കെ ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതാണ് നമ്മൾ പറയുന്ന റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. സ്റ്റാൻഫോർഡ് ഇക്കോളജിസ്റ്റായ പോൾ എറിച്ചാണ് അത് പ്രപ്പോസ് ചെയ്തത്. സോ ഇൻ എൻ എയ്റോപ്ലെയിൻ, അതായത് എയർപ്ലെയിനിൽ അതിനെ നമ്മളൊരു ഇക്കോസിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യാണ്. സോ ആ എയർപ്ലെയിൻ ജോയിൻ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് റിവറ്റ്, ഒരുപാട് തൗസൻഡ്സ് ഓഫ് റിവറ്റുകൾ വെച്ചിട്ടാണ് എയർപ്ലെയിൻ അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തേക്കണം. ആ റിവറ്റുകളെ നമുക്ക് സ്പീഷീസുകളായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ എവറി പാസഞ്ചർ പോപ്പിംഗ് എ റിവറ്റ് ടു ടേക്ക് ഹോം, ഓരോ പാസഞ്ചറും ആ ജേണിയിൽ ഓരോ റിവറ്റിനെ അവരുടെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് മേ കോസ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ. അത് ആ ഏത് റിവറ്റുകളാണോ എടുത്തു പോകണത്, റിവറ്റുകളെ നമ്മൾ സ്പീഷീസുകളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഏത് റിവറ്റാണോ എടുത്തു പോയത് അപ്പോൾ ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പീഷീസിന് എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നു, അവർ നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. സോ ഇത് ഒരു പക്ഷേ മേ നോട്ട് എഫക്റ്റ് ഫ്ലൈറ്റ് സേഫ്റ്റി, ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റീനെ എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം. അതായത് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഇക്കോസിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം. എപ്പോൾ? ഇനീഷ്യലി ആദ്യം ഇത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യില്ലായിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ മോർ ആൻഡ് മോർ റിവറ്റുകൾ എടുത്തു മാറ്റപ്പെടുകയാണെങ്കിൽ, മോർ ആൻഡ് മോർ സ്പീഷീസുകൾ ആ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലോസ് ഓഫ് റിവറ്റ് ഓൺ വിങ് സ്പീഷീസ്,
മോർ ആൻഡ് മോർ റിവറ്റുകൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മോർ ആൻഡ് മോർ സ്പീഷീസുകൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫങ്ഷണൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ആ റിവറ്റുകൾ അല്ലെങ്കിൽ കീ ഫങ്ഷണൽ ആയിട്ടുള്ള സ്പീഷീസുകൾ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണെങ്കിൽ ലോസ് ഓഫ് റിവറ്റ് ഓൺ വിങ്, എയ്റോപ്ലെയിനിലാണെങ്കിൽ വിങ് സൈഡിൽ വിൻഡോ അല്ലെങ്കിൽ അതിൻ്റെ സീറ്റിലുള്ള സൈഡിലുള്ള റിവറ്റുകൾക്ക് പകരം വിങ് സൈഡിലുള്ള റിവറ്റുകളാണ് എടുത്ത് മാറ്റുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കീ സ്പീഷീസുകൾ ഇക്കോസിസ്റ്റത്തിലാണെങ്കിൽ കീ സ്പീഷീസുകൾ ഫങ്ഷണൽ ആയിട്ടുള്ള കീ സ്പീഷീസുകളാണ് എടുത്ത് മാറ്റപ്പെടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സീരിയസ് ആയിട്ടുള്ള ത്രെറ്റ് ടു ദ ഫ്ലൈറ്റ് സേഫ്റ്റി ആയിട്ട് മാറും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രമാത്രം സ്പീഷീസുകൾ ഇവിടുന്ന് റിമൂവ് ആവപ്പെടുന്നുണ്ടോ ഇക്കോസിസ്റ്റം, അത് ആ സ്പീഷീസ് ഇക്കോസിസ്റ്റത്തിന് എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് കീ സ്പീഷീസ് ആണോ ആ സ്പീഷീസ് ഇക്കോസിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യണേ എങ്കിൽ തീർച്ചയായിട്ടും ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷനെ അത് എഫക്റ്റ് ചെയ്യും. സോ ഇതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇക്കോസിസ്റ്റത്തിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന്.